ഹായ്, ഞാൻ ദിയ സന്ദീപ്. SSLC 2023-24 ബാച്ചിലെ ഫുൾ എ പ്ലസ് സ്റ്റുഡൻ്റ് ആണ്. തീർച്ചയായും ഈ കഴിഞ്ഞ ബാച്ചിൽ എന്നെ ഒരു ഫുൾ എ പ്ലസ് സ്റ്റുഡൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് KBS അക്കാഡമിക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഏപ്രിലിൽ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ജൂണിൽ ഇപ്പോൾ ഈ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കെല്ലാം തുറന്നു നോക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം കുറേ ഭാഗങ്ങളൊക്കെ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സ്കൂളിൽ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു റിവിഷൻ ക്ലാസ് കിട്ടുന്ന മാതിരിയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമുക്ക് വീക്ക്ലി ടെസ്റ്റുകൾ തരുന്നതായാലും റിവിഷൻ ക്ലാസ് ആയാലും എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. മാത്രമല്ല ഞാനൊരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ്ലൈൻ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പിന്നെ ഓൺലൈനിലേക്ക് മാറിയതാണ്. ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഡൗട്ട് ക്ലിയറൻസ് എക്സാംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കുന്ന അറിയില്ലായിരുന്നു. പക്ഷേ യാതൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ. ടീച്ചേഴ്സ് നമുക്ക് ഒരേ എഫേർട്ട് ഇട്ടിട്ട് തന്നെയായിരുന്നു രണ്ടുപേരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ കിട്ടില്ല അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് എല്ലാ ക്ലാസ്സും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏതൊരു ഭാഗത്തു നിന്നും എന്തൊക്കെ ചോദ്യം വരണോ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചിട്ട് എക്സാമിന് KBS നമ്മളെ വിടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ മോഡൽ എക്സാം ആവാത്ത സമയത്തൊക്കെ ശ്രീജിത്ത് സാറ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പഠിച്ചു കഴിഞ്ഞോ ഇല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് സാറിൻ്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുമാത്രമല്ല നമുക്ക് തരുന്ന എക്സാമുകൾ, അതിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഫസ്റ്റ് ടേം ആയാലും സെക്കൻഡ് ടേം ഏതൊരു എക്സാം നമ്മൾ സ്കൂളിൽ പോയി അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോഴും നമ്മൾ കണ്ട ചോദ്യങ്ങളാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നലേ വരുള്ളൂ. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ എല്ലാ എക്സാംസും എനിക്ക് എഴുതാൻ പറ്റി. താങ്ക് യു KBS. മാത്രമല്ല ഈ വർഷം SSLC എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്.